ഇത് ഈ പഠിക്കുന്ന രീതി കാണുമ്പോൾ കുട്ടികളും അധ്യാപകരും പേരൻസും തമ്മിൽ ഈ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നറിയുന്നില്ല. സിറ്റുവേഷൻ ഈസ് ഗോയിങ് ഫ്രം ബാഡ് ടു വേഴ്സ് ഐ സി. അല്ല, ഞാൻ എപ്പോഴും പറയുന്നത് കുട്ടികളുടെ അതാ ഞാൻ പറഞ്ഞു, എന്നെ കാർന്നു തന്നിട്ടുള്ളൊരു വലിയ ഒരു പ്രശ്നമാണത്. അതായത് എൻ്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ കഴിവുകൾ അന്നത്തെ ആ പ്രായത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇപ്പം ഈ സ്ഫടികത്തിനകത്ത് ഈ റേഡിയോ ഉണ്ടാക്കുക ഒക്കെ എൻ്റെ പരിപാടിയായിരുന്നു. എൻ്റെ അപ്പൻ, മൈ ഫാദർ യൂസ് ടു അബ്യൂസ് മീ ലൈക്ക് ഈടെ ഇത് ഒന്നാമതിന് പുത്തൻ, അന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സോപ്പ് ഡിഷ് വരും, ഈ തൊട്ടപ്പുറത്ത് ഈ ഒരു ഗ്രില്ല് ഒക്കെ താഴെ വെച്ച് നല്ല ഭംഗിയുള്ള സോപ്പ് ഡിഷ് വരും, അച്ഛൻ വിലയുള്ളതാണ്. എന്നിട്ട് ടോട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു കമ്പനികളൊക്കെ ഉണ്ട്, ടിപ്പ് ടോപ്പ് എന്നൊരു കമ്പനി. അപ്പോൾ ഇതൊക്കെ ഞാനിത് കൊടക്കമ്പി പഴിപ്പിച്ച് ഇതിലൊക്കെ തുളയുണ്ടാക്കി ട്രാൻസിസ്റ്റർ. എൻ്റെ ഒരു അങ്കിള് ഈസ് എ ക്രോണിക് ബാച്ചിലർ. പുള്ളിക്കാരന് ഭയങ്കര റേഡിയോയുടെ സമർത്ഥനം, റേഡിയോ ഉണ്ടാക്കുക, റിപ്പയറിൻ്റെ ആശാനം. ഈ പുള്ളി ഒന്നും പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ്സാണ്. അപ്പോൾ ഇത് ഞാൻ പുള്ളിക്കിടന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാൻ ശ്രമിക്കും. എൻ്റെ അപ്പൻ ഇത് ഒരു രക്ഷയുമില്ല, ഈ സോപ്പ് ഡിഷ് മുഴുവൻ തുളച്ച് വെച്ചു പറഞ്ഞ് എൻ്റെ ഈ യൂസ് ടു അബ്യൂസ് മീ ലൈക്ക് മാൻ. അപ്പോൾ സ്ഫടികം ആദ്യം വീട്ടിലായിരുന്നു. അല്ല, സംശയം എന്തായിരിക്കും. അതാ ഞാനിത് പറഞ്ഞു വരുന്നത്, എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല, നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവങ്ങൾ. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. തമിഴ്നാട്ടിലുള്ള സർവ യങ് ഫിലിം മേക്കേഴ്സ്, പണ്ടത്തെ ഫിലിം മേക്കേഴ്സ് ആരെ എടുത്താലും ശരി, അവർ ഓരോരുത്തരും സിനിമ ഇറക്കുമ്പോൾ അവരുടെ നാടിൻ്റെ ഓരോരോ പുത്തൻ അനുഭവങ്ങളാണ് സിനിമയിൽ കാണുന്നത്. മൈൻഡ് ബ്ലോയിങ്. അവർ ഓരോരുത്തരും, ഭാരതരാജ എടുത്ത് നോക്കിക്കോളി, ആരെ എടുത്ത് നോക്കിക്കോളൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് ആൾക്കാരെ എടുത്തുകൊണ്ട് വന്നാൽ വെച്ചാൽ ആ നാടിൻ്റെ തനിമയ്ക്കകത്ത് നിന്നൊരു സിനിമ ചെയ്യാൻ, മൈ ഗാഡ്. ഞാനിത് ഇപ്പം തിരുവനന്തപുരത്ത് വന്നൊരു കാരണമുണ്ടല്ലോ. ഇന്നിപ്പോൾ ഇതുവരെ ഏതാണ്ട് ഒരു 18 സിനിമകളും കണ്ടു കഴിഞ്ഞു. ഈ 18 സിനിമയ്ക്കകത്തും മോസ്റ്റ് ഓഫ് ദ സോങ്സ് ആർ ഇംഗ്ലീഷ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് പാട്ടെടുക്കാനും പാട്ടുണ്ടാക്കാനും പ്രഗത്ഭരായിട്ടുള്ള എന്തുമാത്രം സിനിമകൾ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ സിനിമ എടുക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇഫ് യു ക്യാൻ മേക്ക് എ മൂവി ലൈക്ക് സൗണ്ട് ഓഫ് മ്യൂസിക്, ഞാൻ സമ്മതിക്കാം. ലിസൺ, ഇതൊന്നുമില്ലാതെ എന്തിനാണ് ഈ മലയാള സിനിമയ്ക്കകത്ത് ഇതുപോലെ ഇംഗ്ലീഷ് പാട്ടുകൾ കുത്തി വലിച്ചിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു ബിറ്റ് കിട്ടും, അല്ലെങ്കിൽ കിട്ടും, ഫൈൻ. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ജഡ്ജസൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് എന്താണിത്, ഏത് സിനിമയെടുത്തും ഈ ഇംഗ്ലീഷിൻ്റെ സൗണ്ടിങ് അല്ലാതെ വെസ്റ്റേൺ നോട്ട് സൗണ്ട് ഇങ്ങനെ, അതല്ലാത്ത ചില അതിപ്രസരമാണ്. അതല്ലാത്ത ചില സിനിമകൾ വരുമ്പോൾ നമുക്ക് അകണ്ട നമ്മളെ ഇങ്ങനെ ഏതോ ഒരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോകുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു തൊട്ട് ഞാനിങ്ങനെ അടക്കം പിടിച്ചിരിക്കുകയാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം മുകളിലോട്ടുമില്ല, ഒട്ടും താഴോട്ടുമില്ല. അത്തരം മൊമെന്റ് സാർ ഇത്തരം സിനിമകൾ ചെയ്തു, അത്തരം ആ മുഹൂർത്തങ്ങൾ സാർ എൻജോയ് ചെയ്തത് ഏതൊക്കെ സിനിമകളിലാണ്? എന്നാലും ആ ഒരു കൗണ്ടർ കിട്ടി അല്ല, അത് സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിപ്പം ഒത്തിരി സിനിമകളെ പരപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം സ്ഫടികം എടുത്താലും മതിയല്ലോ. അളവിനകത്ത് തന്നെ ഒരു മോഹൻലാലിൻ്റെ ഒക്കെ എക്സ്പ്രഷൻസ് നോക്കി. ഒരു കാര്യം എന്താ, മോഹൻലാലിനെ സംബന്ധിച്ചുള്ളൊരു വലിയൊരു ബിഗസ്റ്റ് പ്ലസ് ഹീസ്, പുള്ളി അഭിനയിക്കാൻ വേണ്ടി സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീ ഈസ് എ ബേബി, എൻ അമൂൽ ബേബി. ഒരു കുട്ടിയെപ്പോലെ എത്ര നല്ല നടനാണ് അദ്ദേഹം, അല്ലേ? എത്രയോ നല്ലൊരു നടനാണ് അദ്ദേഹത്തിന്. ഇതുപോലെ ഒരു സ്ട്രെയിൻ എടുത്ത് ഈ റോഡിന് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, മൈ ഗാഡ്, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കൂളായിട്ട് സെറ്റിൽ വന്ന ആ രംഗത്തെ അല്ലെങ്കിൽ ആ സീനിനെ നിസ്സാരമായിട്ട് കൊച്ചു കുട്ടിയെപ്പോലെ, കൊച്ചു കുട്ടികൾക്ക് ഒരു ഗുണമുണ്ടല്ലോ, അവർക്ക് വീട്ടിൽ മോൾഡ് ചെയ്യാം. വീട്ടിൽ വരുന്ന ഒരു അനിഷ്ടങ്ങളുടെയും വേദന അവരറിയില്ല. ഇപ്പം 5-6 വയസ്സിലൊക്കെ നമ്മുടെ വീട്ടിൽ എന്ത് അനിഷ്ടങ്ങൾ ഉണ്ടായാലും കുട്ടികൾക്ക് അതിൻ്റെ യാതൊരു മോഹൻലാൽ അങ്ങനെയാണ്. ആ സീനിനകത്ത്, സിനിമയ്ക്കകത്തെ ഒരു കോംപ്ലക്സസോ ഒന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമേ അല്ല. നിങ്ങൾക്കെന്തു വേണം, റെഡി. അതാ അളവിനകത്ത് തന്നെ. എന്തുമാത്രമല്ല, ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നൊരു കാര്യം, എനിക്കത് ഇങ്ങനെ ഇതുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്ന പോലെ നടനവും നടിയും കഥാപാത്രങ്ങൾ പ്രതികരിക്കണം എന്ന് നമ്മുടെ മനസ്സിനകത്തൊരു അളവ് പോലുണ്ടല്ലോ. അതിനകത്ത് താന്നു പോയാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലാലപ്പ വിളിക്കും, എന്നാണ് ഈ വന്നേ. അത് നേരത്തെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, അത് എനിക്കിഷ്ടപ്പെട്ടു ആ പറഞ്ഞ രീതി, ആ എക്സ്പ്രഷൻ അങ്ങനെ ഒന്നുകൂടെ സിക്കണ്ട. എന്തുമാത്രം സിനിമകളിൽ അഭിനയിച്ച് തഴക്കവും പഴക്കവും സൃഷ്ടിച്ച ആളാണ് അതിന്. എത്ര ഡയറക്ടേഴ്സിൻ്റെ കൂടെ അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്.
എന്നാലും ആ സിനിമയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അത് അയാൾക്കൊരു പുത്തൻ മേച്ചിൽ സ്ഥലമാണ്. അങ്ങനെ ആക്കി മാറ്റും. അയാൾക്കുള്ളൊരു വലിയൊരു ഗുണമെന്ന് പറയുന്നത് അതാണ്. ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഒരു പുത്തൻ മേച്ചിൽ സ്ഥലമാണ്. അതിലെ കഥയും കഥാപാത്രങ്ങളും അതിൻ്റെ കോസ്റ്റ്യൂംസും അതിൻ്റെ വിഗും അതിൻ്റെ എല്ലാ എക്സ്ട്രാ വേഗൻസിയും അദ്ദേഹം വളരെ ക്യൂരിയസാണ് പുള്ളി. എല്ലാം വളരെ കൗതുകമാണ് പുള്ളിക്ക്. അങ്ങനെ കൗതുകത്തോടെ കാണുന്നത് കൊണ്ടാണ് പുള്ളിക്ക് ഓരോ സിനിമകൾക്കകത്തു നിന്നും മെച്ചപ്പെട്ട് നമ്മൾ കാണും. നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലെ പലരെയും നമ്മൾ അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരൊക്കെ അവരുടെ കാലത്തൊക്കെ അവരൊക്കെ ഈ സീനുകളൊക്കെ അന്ന് ലാലൊക്കെ ആ ചമ്മൽ കാണിക്കുകയും ഒരു വിഷമം കാണിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ അല്ല, ലാലെന്ന് വിഷമം കാണിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കൊള്ളും. സത്യം. ഇന്ന് ഏത് നടന അങ്ങനെ ഒന്ന് നമ്മൾ കാണുമ്പോഴേ അങ്ങനെ വിഷമിക്കുന്ന രീതിയിൽ അവർക്കെല്ലാം ലിസൺ എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ദുൽഖർ എടുത്താലും പൃഥ്വിരാജിനെ എടുത്താലും നിവിൻ പോളിനെ എടുത്താലും ഫഹദിനെ എടുത്താലും ഇവരെല്ലാം ഹൈലി പൊട്ടൻഷ്യലായിട്ടുള്ള പിള്ളേരാണ്. കാരണം ഇവരുടെ ജീനി തന്നെ ഉണ്ടല്ലോ. ഇവരുടെ എല്ലാം മമ്മൂട്ടിയുടെ മകനല്ലേ ദുൽഖറിൽ ഇല്ലാതിരിക്കുമോ? പക്ഷേ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എത്രയോ ഇവരുടെയൊക്കെ ഈ മഹാരഥന്മാരുടെയൊക്കെ സിനിമകൾ കണ്ടാൽ നമുക്ക് ചിരി വരാറില്ലേ? എത്രയോ സിനിമകൾ പ്രഗത്ഭരായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാലൊക്കെ അഭിനയിച്ച സിനിമകൾ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇത് എന്തായി കാണിച്ച് എന്ത് പേക്കൂത്തുകളായി കാണിക്കുന്നത്? അത് അവരുടെ കുറ്റമാണോ? അവരുടെ കുറ്റമല്ല, അവർ സെലക്ട് ചെയ്ത പ്രൊജക്റ്റിൻ്റെ കുറ്റമാണ്. അങ്ങനെ എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്കറിയാൻ പറ്റും ഇത് വർക്കൗട്ട് ആവും, ഇത് സ്ക്രീനിൽ അഭ്രപാളിയിൽ വരുമ്പോൾ ഇത് ഹിറ്റാവും? ലിസൺ, ഞാൻ കാര്യപ്പെട്ടെ, ഇതെങ്ങനെ ചൂസ് ചെയ്യാമെന്ന് പറയുന്നതിന് 2 മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഇത് നല്ല സിനിമയാണോ ചീത്ത സിനിമയാകുമോ? ഇതൊരു നല്ല സിനിമയാകുമോ? അത് മാത്രമാകട്ടെ നമ്മുടെ അളവുകോൽ എന്ന് ഞാൻ പറയുന്നു. ഇത് ഹിറ്റാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാൻ ഒക്കത്തില്ല. എത്രയോ സിനിമകൾ എനിക്കറിയാം വളരെ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്തിട്ടുള്ള സിനിമകളൊക്കെ സിംപിളി ബോംബ്ഡ്. എത്രയോ സിനിമകളുണ്ട്. അപ്പം അളവുകോല് ഇത് ഹിറ്റാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അതെങ്ങനെ സ്വീകരിക്കും? ഹിറ്റാകുന്നുള്ളത് താഴെ വയ്ക്കുക. നമ്മൾ ഫസ്റ്റ് യു വർക്ക് ഫോർ എ ഗുഡ് സ്ക്രിപ്റ്റ്, ഫസ്റ്റ് യു വർക്ക് ഫോർ എ ഗുഡ് ഫിലിം. വെൻ യു ഫൈൻഡ് എ ഗുഡ് സ്ക്രിപ്റ്റ്, the actor will simply go to any level. നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാകുകയും നല്ല മുഹൂർത്തങ്ങൾ ആ സീനിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ആക്ടർ അറിയാതെ തന്നെ ഇപ്പോൾ ഒരു നല്ല കോമ്പോസിഷൻ യേശുദാസ് പാടുമ്പോൾ എത്ര ഗംഭീരമായിട്ട് ആ പാട്ട് വരുന്നു. ഇപ്പോൾ ദാസേട്ടൻ എന്തുമാത്രം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എത്രയോ പാട്ടുകൾ തരക്കേടില്ല. എന്താണ് ദാസേട്ടൻ, അയ്യോ, അതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് മികച്ച കോമ്പോസിഷൻസ് അന്നത്തെ കാലത്തെ മഹാരഥന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള കോമ്പോസിഷൻസുകളിൽ എന്താണ് അവരൊക്കെ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ ഒരു നല്ല സിനിമയ്ക്ക് ആവശ്യം ഒന്നാമത് എന്ന് പറയുന്നത് അതിൻ്റെ നടനോ നടിയോ അല്ല, പകരം സ്ക്രിപ്റ്റാണ്. ഇതെല്ലാം ഇവർക്കുമാണ്. ഇതിപ്പോൾ ഞാൻ പുതിയ ഒരു ആശയവും പറയുന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി, കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനൊരു ആണ്ടിൽ 5 സിനിമ ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ഇത് നല്ല ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതിനകത്തൊരു പുതിയ ആശയമുണ്ടോ? നമ്പർ 1. ഇതിനകത്ത് എൻ്റെ പ്രസക്തി എന്താണ്? നല്ല ആശയമുണ്ടോ? ഫൈൻ. ഇതിൽ എൻ്റെ പ്രസക്തി എന്താണ്? ഇത് രണ്ടും ഒരു നടൻ്റെ ചുമതലയാണ്. അവകാശം എന്നുള്ളതല്ല, അവകാശത്തേക്കാൾ മേൽകൊണ്ട് ഞാൻ പറയും, ഇത് നോക്കുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. സർ, ഒരു നടന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംവിധായകനാണെങ്കിൽ ഒരു നടന് അത്രത്തോളം, ചിലപ്പോൾ സൂപ്പർ സ്റ്റാറിന് ചിലപ്പോൾ അത്രത്തോളം ഫ്രീഡം കിട്ടിക്കാണും. പക്ഷെ ഒരു നടന് എന്താണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രസക്തി? കാര്യം സിനിമയിൽ വരാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആളായിരിക്കാം. അങ്ങനെയുള്ള ഒരാൾക്ക് അത്രയും ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ടോ സിനിമയിൽ നിന്ന്? എനിക്കറിയത്തില്ല. കാര്യം ഞാൻ ഇങ്ങനെ പറയാം. ഇപ്പം ഹരിഹരൻ സാറിൻ്റെ സ്കൂളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഹരിഹരൻ സാറിൻ്റെ സ്കൂളിൽ ഹരിഹരൻ സാർ ചെയ്യുന്ന സിനിമയിലെ കഥാപാത്രങ്ങളുടെ അതിൻ്റെ ഒരു പോക്കും അതിൻ്റെ രീതിയും അതിനകത്ത് മമ്മൂട്ടിക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഐ ഹാവ് സീൻ ഹിം. അദ്ദേഹം അതിനകത്തുള്ള ഏതൊരു വളരെ നിസ്സാരമായിട്ടുള്ള ആർട്ടിസ്റ്റാണെങ്കിലും ശരി, നിങ്ങളുടെ വേഷം ഇതാണ്, ഈ വേഷത്തിന് നിങ്ങൾ ഇതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതിനകത്ത് അഭിനയിക്കുന്ന ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയല്ലേ. ഇപ്പം എനിക്ക് ഞാൻ 14 സിനിമ ഡയറക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഒരു സിനിമകൾക്കകത്തും ഇത് ഞാൻ മമ്മൂട്ടിയോട് മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ലാലിനോട് മാത്രമേ പറയുള്ളൂ, എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്.
അതിലെ പോയ ആ മറ്റേ എഫക്റ്റിൽ നിന്ന് ആംബിയൻസിനെ വിളിച്ചു പുള്ളി കഥ ആംബിയൻസിൽ നിന്ന് കഥ പറയുന്നു. ആംബിയൻസിൽ നിന്നവരെ വിളിച്ച് കഥ അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സാർ, എന്തുകൊണ്ടാണ് സാർ അധികം ചാനൽസിലൊന്നും പ്രത്യക്ഷപ്പെടാത്തത്? ടു ബി വെരി ഫ്രാങ്ക്, എനിക്കൊന്നുമില്ല പറയാൻ. ശിവനെ, എനിക്ക് വയ്യ. ഇത്രയും സിനിമകൾ തന്ന, ഇത്രയും ഹിറ്റുകൾ സമ്മാനിച്ച്, ഇത്രയും നല്ല സിനിമകൾ ചെയ്ത സാറിനെ പോലെ ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ ഞാൻ 9 ചാനൽ. ഞാനിപ്പോ ആ സിനിമകളെ കുറിച്ച് സംസാരിക്കാനാണ് പറയേണ്ടത്. ഞാൻ ചെയ്തു പോയ സിനിമകളെ കുറിച്ചാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പം സിനിമ, ഞാൻ ചെയ്ത സിനിമകളെ കുറിച്ച് പറയാം, അതിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ പറയാം. ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്ന് പറയാൻ ഞാൻ വേണ്ട. അത് ഞാൻ വരാനിരിക്കുന്ന സിനിമ ഞാൻ ചെയ്ത് കാണിച്ചാൽ പോരെ. See, what I want to talk, let me talk through my films. Very simple. അപ്പം ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്ത് എന്നോട് പല ആൾക്കാരും, ഈ മീഡിയയുടെ ആൾക്കാർ വിളിച്ചു ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ ഈ സഹിഷ്ണുത അസഹിഷ്ണുത, ടോളറൻസ് ആൻഡ് ഇൻടോളറൻസ്, ഇത് ഭയങ്കര ഒരു സോർട്ട് ആഫ്റ്ററാണ് ഇപ്പം ഇന്ത്യയിൽ. ഡു യു ഫീൽ ഈ ഇൻടോളറൻസ് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു സംശയം തരികയാണ്. സംശയം എന്താണ് ഇരിക്കുന്നത്? നമ്മളിൽ ഓരോരുത്തരിലും ഈ ഇൻടോളറൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഒരാൾ ഇവിടെ ഇൻടോളറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാരൂഖ് ഖാനായിട്ട് തല്ലാൻ ഓടിക്കുന്നു, മറ്റവരായിട്ട് തല്ലാൻ ഓടിക്കുന്നു, അവരെ തെറുക. എന്താണ് ആവശ്യം ഇരിക്കുന്നത്? ഇല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് സേ ദിസ്, ദ വെരി വേർഡ് ടോളറൻസ്, ദാറ്റ് ഇറ്റ് സെൽഫ് ഹാസ് ടു ബി റിമൂവ്ഡ്. ഇൻസ്റ്റെഡ് ടോളറൻസ്, യു അക്സെപ്റ്റ് ഇറ്റ്. സാർ നേരത്തെ പറഞ്ഞു അനുഭവത്തിൽ നിന്നായിരിക്കണമെന്ന്. ഇത് വായിച്ചറിഞ്ഞതല്ല, കേട്ടതല്ല, ഇതെൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ സാറിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ച് തീരാതെയാണ് ഞാനൊരു യാത്ര പറയണം. കാര്യം ഇനിയും എനിക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ച് സമയപരിധി മൂലം വിഷമത്തോടെ നിർത്തുന്ന ഒരു ഇൻ്റർവ്യൂ എന്ന് ഞാൻ പറയും. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് വെക്കാം. തീർച്ചയായിട്ടും. പക്ഷെ പിരിയുന്നതിനും എനിക്കൊരു കാര്യം ചോദിക്കണം. പ്ലീസ്. ഞാൻ അവിടെ മറ്റേ മേക്കപ്പ് റൂമിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, തീർച്ചയായിട്ടും എന്നെക്കാൾ പ്രായത്തിൽ താഴെയാണ്. പിന്നെ സ്ത്രീകൾ ഒരുപാടെന്ന് ഞാൻ പറയില്ല, അത് ഒരുപാടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രായം നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ യാതൊരു സാധ്യതയില്ല, പറയുകയില്ല. പറഞ്ഞാൽ നെഗറ്റീവ് ചെയ്യും. നിങ്ങൾ 50 എന്ന് പറഞ്ഞാൽ 45 ഞാൻ പറയും, 60 എന്ന് പറഞ്ഞാൽ 55 എന്ന് പറയും. ഇനി അപ്പം ഞാൻ ശ്രദ്ധിച്ചു, കാരണം ഇപ്പം സാധാരണ സ്ത്രീകൾ വളരെ ഇവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ഈ കണ്ണിന് ചുറ്റും ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടേ. അപ്പോൾ ആ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ താഴത്തെ ഈ കറുപ്പ് ശ്രദ്ധിച്ചു. അതെന്താണത് ഇങ്ങനെ കറുപ്പ്? സാർ എന്നെ കൊണ്ട് സാർ പറയിക്കരുത്. സാറിന്റെ കണ്ണിന് താഴെ ഒരു കറുപ്പ് പോലും ഇല്ല. കാര്യം ഡാർക്ക് ചോക്ലേറ്റ്, ലീഫി വെജിറ്റബിൾസ്, ഡെയിലി എക്സസൈസ്, ഡയറ്റിംഗ് ഫുഡ്, ഓയിലി ഫുഡ് കഴിക്കില്ല. ഇങ്ങനെ സ്വന്തമായി നോക്കാൻ ഒരുപാട് സമയമുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഞാൻ എന്താ പറയണ്ട, അധ്വാനിക്കുന്ന ജനവിഭാഗം ഞങ്ങൾക്ക് അതിനൊരു ഉത്തരം കൂടെ പറഞ്ഞിട്ടേ ഇത് അവസാനിപ്പിക്കാൻ ഒക്കുള്ളൂ. സമയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത്. സത്യം. അതൊന്നും മനസ്സിലാക്കുക. അതൊരിക്കലേ ഞാൻ ഏതോ പുസ്തകത്തിൽ വായിച്ചാണ്, അംബാനിയുടെ ഇളയ മകൻ ഇങ്ങനെ വന്ന അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ എല്ലാ ദിവസത്തെയും ഓരോ വ്യക്തിയുടെയും വെൽബീയിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ഹൗ യു ഷുഡ് ബി ടുഡേ, നിങ്ങളുടെ ഒരു ഡേ ടു ഡേ വെൽബീയിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പോൾ അതിന് എക്സസൈസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉപദേശിച്ചപ്പോഴത്തേക്കും ഒരാൾ എഴുന്നേറ്റ് വന്നിച്ച് പറഞ്ഞു, സർ വെൻ യു അഡ്വൈസസ് പ്ലീസ് വൈ ഡോണ്ട് യു ജസ്റ്റ് ലുക്ക് ബിഫോർ എ മിറർ. അദ്ദേഹം അത്ര തടിയായിരുന്നു. അന്ന് മുതൽ അദ്ദേഹം തുടങ്ങി വർക്കൗട്ട് ചെയ്യാൻ, അധ്വാനിച്ച് നല്ല മിടുക്കനായിട്ട് ലീനായതിന് ശേഷമേ ഉള്ളൂ പിന്നെ അവരെ കണ്ടുള്ളൂ എന്ന് വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അംബാനിക്ക് സമയം കണ്ടെത്താമെങ്കിൽ നിങ്ങൾക്കും കണ്ടെത്താം. ഉത്തരവ്. താങ്ക് യു സോ മച്ച് സർ.